ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. ശ്രീമാൻ സിബിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ശ്രീമാൻ വെള്ളരിക്കുന്ന് ഷാജി അവരുടെയാണ്, കൂതാളി വാർഡ്. പക്ഷേ നമ്മുടെ 23 വാർഡിലെ മെമ്പർ ജനപ്രതിനിധികളുടെ കുറച്ച് സാന്നിധ്യം വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ. പലപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റികളിലൊക്കെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതെ ബോച്ച് എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് വേറെയാണെന്ന് തോന്നുന്നു. അതെ, എന്തായാലും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോലും ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇത് ആരെയാണെന്ന് അങ്ങനെ പരസ്പരം പരിചയമില്ലാത്ത ഒരിതായിരുന്നു. പിന്നെ ഞാൻ മെമ്പറാണെന്ന് പരിചയം. എന്തായാലും ശ്രീ ആക്റ്റീവാണ്. ഈ പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയിലേക്കാളും മറ്റു പല രംഗങ്ങളിലും അദ്ദേഹം ആക്റ്റീവും സജീവവുമാണ്. ശ്രീമാൻ വെള്ളരിക്കുന്ന് ഷാജി അവരുകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം പറയേണ്ടത് അമ്പലം വാർഡ് മെമ്പർ ശ്രീമതി ഫിലോമിന അവരുകളെയാണ്. വളരെ സൗമ്യയാണ്, എല്ലാവരുടെയും സ്നേഹത്തോടെ ഇടപെടുന്നു. പിന്നെ കൂടുതലൊന്നും അവരെ കുറിച്ച് പറയാനില്ല. കുടുംബജീവിതവും ഒരു മകളെ കല്യാണം കഴിച്ചയച്ചു എന്നാണ് എൻ്റെ അറിവ്. മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ അറിഞ്ഞുകൂടാ. അവർക്ക് ഈ ചടങ്ങിലേക്ക് അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 1-ാം വാർഡ് മീതി വാർഡിലെ മെമ്പർ ശ്രീമതി വിജി അവരുകളെയാണ്. അതും പ്രായത്തിൽ നമ്മുടെ സിവിൽ മെമ്പറിനേക്കാളും ഇളയതാണെന്ന് എൻ്റെ തോന്നൽ. വളരെ സ്നേഹം, സൗഹാർദ്ദം, ആക്റ്റീവാണ്. അടുത്ത അവസാന ഘട്ടങ്ങളിൽ അവർ കമ്മിറ്റിയിലൊക്കെ പൊട്ടിത്തെറിക്കുന്ന സംഭാഷണങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി ആക്റ്റീവായെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ആ വാർഡ് ഇപ്പോൾ ജനറലായി വേറെ കുടുംബാംഗന്മാരോ മത്സരിക്കുന്നു എന്നാണ് കേൾവി. ശ്രീമതി വിജയ അവരുകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം പറയേണ്ടത് മുണ്ടനാട് വാർഡ് മെമ്പർ ശ്രീമതി ശ്രീകല അവരുകളെയാണ്. മുമ്പും ജനപ്രതിനിധിയായിട്ടുണ്ട്. ഞാനിവിടെ ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. പിന്നെ കുടുംബ പ്രാരാബ്ധങ്ങൾ എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയാണ്. വളരെ സ്നേഹവും സൗഹൃദവും ജനപ്രതിനിധി നിലയിൽ വളരെ ആക്റ്റീവുമാണ്. ശ്രീമതി ശ്രീകല അവരുകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ആറാട്ടുകുഴി വാർഡ് മെമ്പർ ശ്രീമതി മേരിക്കുട്ടി അവരുകളെയാണ്. എനിക്ക് നേരത്തെ അറിയാം. കുടുംബശ്രീയുടെ അവിടെ അയൽക്കൂട്ടത്തിൻ്റെ വാർഷികത്തിനൊക്കെ എന്നെ ഒരു ദിവസം വിളിച്ചു. സൗമ്യയാണ്, സൈലൻ്റാണ്. എന്നാൽ പല വിഷയങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഇവിടെ വന്ന് പല ആവശ്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ നടത്താറുണ്ട്. വളരെ ഇഷ്ടമാണ് അവരെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതിച്ചു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് കാക്കതൂക്കി വാർഡ് മെമ്പർ ശ്രീമതി ലീല അവർകളെയാണ്. ആ വാർഡ് വീണ്ടും വനിതയായി. അവിടെ വീണ്ടും അവർ മത്സരിക്കുന്നതാണ് കേൾവി. ജനകീയ വിഷയങ്ങളിൽ സജീവമായി അവർ ഇടപെടാറുണ്ട്. എല്ലാ ജീവനക്കാരുടെയും സഹകരണത്തോടുകൂടിയും സ്നേഹത്തോടെയും അവർ ഇടപെടുന്നു. ശ്രീമതി ലീല മെമ്പറിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഡാലുമുഖം വാർഡ് മെമ്പർ ശ്രീമതി ജെനിൽ റോസ് അവരുകളെയാണ്. ആ വാർഡ് ജനറലായി. പിന്നെ വളരെ സൗഹൃദവും സ്നേഹവും വളരെ ആക്റ്റീവുമായിട്ടുള്ള ശ്രീമതി ജെനിൽ റോസ് അവരുകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഷീല ഓറ്റി. സ്റ്റേഷൻ ഡിസ്റ്റോറൊക്കെ നടത്തുന്നു എന്നാണ് അറിവ്. അടുത്ത വീണ്ടും ഒരു അംഗത്തിന് നിൽക്കുന്നില്ല എന്നാണ് കേട്ടത്. എന്നാലും വളരെ ചെറുപ്പക്കാരി മണത്തോട്ടം വാർഡ് മെമ്പറായ ശ്രീമതി ദീപ്തി അവരുകളെയാണ്. മുൻ വൈസ് പ്രസിഡന്റാണ്. ആ വാർഡ് വീണ്ടും വനിതയായി. വീണ്ടും മത്സരിക്കുന്നു എന്ന് കേട്ടു. എന്തായാലും ഒരു മുൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും അല്ലാതെ ജനപ്രതിനിധി എന്ന നിലയിലുമൊക്കെ അവരെ വളരെ സജീവമായി ഇപ്പോഴും ഓഫീസ് പ്രവർത്തനങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലുമൊക്കെ സജീവമായി ഇടപെടുന്നു. അവരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് പൊന്നമ്പി വാർഡ് മെമ്പർ ശ്രീമതി ഷീജ വിൻസെൻ്റ് ആണ്. നേരത്തെയും ജനപ്രതിനിധിയായിരുന്നു. 15-20 കാലയളവിൽ അവർ ജയിച്ച സമയത്ത് ഞാൻ ഇവിടെ സ്റ്റാഫാണ്. അന്ന് എനിക്കറിയാം. ഇപ്പോൾ ആ വാർഡ് ജനറലായി. അടുത്ത് മത്സരിക്കുന്നില്ല എന്നും ചിലപ്പോൾ സാധ്യത ഉണ്ടെന്നൊക്കെ എൻ്റെ കൂടെ നിന്ന് പറഞ്ഞു. എന്തായാലും വളരെ സജീവമാണ്. അവരെ ഈ ചടങ്ങിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും.
അടുത്തതായി സ്വാഗതം പറയേണ്ടത് കരിക്കമൻകോട് വാർഡ് മെമ്പറാണ്. കരിക്കമൻകോട് വാർഡിലെ 2 ജനപ്രതിനിധികൾ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് മുൻ മെമ്പറും ഒന്ന് ഇപ്പോഴത്തെ മെമ്പറും. 2020 മുതൽ 24 വരെ 4 വർഷത്തോളം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന ശ്രീമതി ദീപ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായി ജോലി ലഭിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ശ്രീമതി അഖില മനോജ് ജനപ്രതിയായിട്ട് വന്നത്. എന്തായാലും ആദ്യം ഞാൻ ശ്രീമതി അഖില മനോജിനെ ആണ് സ്വാഗതം ചെയ്യുന്നത്. അവർ കുറഞ്ഞ കാലയളവിലെ അവർ മുൻഗാമിയെ പോലെ അവർ വാർഡിൽ സജീവമായി, പരിചയക്കുറവൊന്നുമില്ല. ഒരു സീനിയർ മെമ്പറിനെ പോലെ ശ്രീമതി അഖില പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ശ്രീമതി അഖിലയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മുൻ മെമ്പറായിരുന്ന ശ്രീമതി ദീപ സ്കൂൾ ടീച്ചറാണ്. ഇനി ദീപ ടീച്ചറിനെ ഈ ചടങ്ങിൽ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ദീപ ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. പറയേണ്ടത് പനച്ചമൂട് വാർഡിലെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ ശ്യാമിനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, വളരെ അടുത്ത നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാനും അദ്ദേഹം തമ്മിൽ. കാരണം പലപ്പോഴും നമ്മളെ ഫോൺ വിളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ തുറന്നു ചെയ്യുന്നത്. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ചെറുപ്പക്കാരനാണ്, സംഘാടകനാണ്. നമുക്ക് നമ്മുടെ ശ്യാമും തമ്മിൽ വളരെ അടുപ്പമാണ്. എന്നാൽ അത്ര ഒരു അടുപ്പം നമ്മൾ തമ്മിലില്ല, സുനീഷും തമ്മിൽ. എന്നാൽ കാര്യങ്ങൾ സൗഹൃദമാണ്. പല വിഷയങ്ങളിലും സംസാരിക്കേണ്ട. ഏതോ ചെറിയ വിഷയങ്ങളിൽ ഞാനും അദ്ദേഹം തമ്മിൽ ആ വിഷയങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ടായി. അത് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ എന്തുകൊണ്ടായിരിക്കാം, തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടായിരിക്കാം. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥന്മാരും 2 വാക്ക് സംസാരിക്കണമെന്നുണ്ട്. ഓരോരുത്തരും സ്റ്റേജിലേക്ക് വന്ന് 2 വാക്ക് വീതം. സൂപ്പർവൈസർ. ഞാൻ വന്നിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, ഏതാണ്ട് ഒരു 3 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. ശരിക്കും ആദ്യം പറഞ്ഞതുപോലെ നേരത്തെ ഇരുന്ന പഞ്ചായത്തിൽ ശരിക്കും മാനസിക സമ്മർദ്ദം അനുഭവിച്ച് തന്നെയാണ് 3 വർഷം ജോലി ചെയ്തത്, ഏതാണ്ട് 3.5 വർഷത്തോളം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ നല്ല രീതിയിലൊരു റിലാക്സായി എനിക്ക്. കാരണം ശരിക്കും എല്ലാ കാര്യവും പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രഷർ, അതിപ്പോൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം, അങ്ങനെ ഒരു പ്രഷർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഈ ജോലി കയറുമ്പോൾ തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വളരെ നല്ല ഒരു ബന്ധം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാനും എല്ലാ സൗമ്യമായിട്ടുള്ള ഒരു സംസാരവും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജോലിയെപ്പറ്റി ഒരു നല്ല വിചാരത്തോടെ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായി. അതുപോലെ തന്നെ എല്ലാ വാർഡ് മെമ്പർമാരെല്ലാവരെയും ഞാൻ പരിചയപ്പെട്ടില്ല എങ്കിൽ തന്നെയും പരിചയപ്പെട്ടിടത്തോളം എല്ലാവരെയും നിന്നും നല്ല സഹകരണമാണ് ലഭിച്ചത്. അപ്പം ഈ ഒരു ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ നന്നായിട്ട് അവരുടെ ഒരു സപ്പോർട്ട് എനിക്കും ഉണ്ടായിരുന്നു. മാക്സിമം എല്ലാം അവരുടെ ഒരു പിന്തുണയോടെയാണ് എല്ലാം ചെയ്തത്. പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അധികം വർക്ക് പ്രഷറൊന്നും ഇല്ലാതെ നാളിതുവരെയായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവർക്കും അധികം പരാതികളില്ല എന്ന് കരുതുന്നു. നന്ദി. ഇന്ന് 18 ദിവസമായിട്ടേ ഉള്ളൂ. വേറെ ആരുമായിട്ടും വലിയ പരിചയമായി വന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ ഈ ഭരണ മെമ്പർമാരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് സ്വാഗതം ആശംസിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി പറയുന്നത് കേൾക്കുകയുണ്ടായി. തുടർന്നും ഈ നിങ്ങളുടെ പ്രവർത്തനം സജീവമായിരിക്കണം എന്ന് മാത്രം പറയുന്നു. എന്നു പറഞ്ഞാൽ ഈ ഒരു 5 വർഷക്കാലം കഴിഞ്ഞാലും നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ജനപ്രതിനിധി ആയാലും അല്ലെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. വൈസ് പ്രസിഡന്റ് ഇവിടെ വന്ന് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞു ആ സമയം മുതൽ വൈസ് പ്രസിഡന്റ്
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ രണ്ടുപേരെ ഇതിന് മുമ്പത്തെ ഭരണസമിതിയിൽ അവരുണ്ടായിരുന്നു. അവരെ ആയിട്ടല്ല, സൗഹാർദ്ദപരമായിട്ടാണ്. പിന്നെ ജ്ഞാനോദയം ലഭിച്ച ജ്ഞാനാസ് മെമ്പർ, അതുപോലെ ലേറ്റായി വന്നിട്ട് ലേറ്റസ്റ്റായ നമ്മുടെ അഖില മെമ്പർ, ഇവരെല്ലാവരും ഈ ഭരണസമിതിയിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മളോട് പ്രവർത്തിച്ചത്. വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-ാം നാൾ മുതൽ വൈസ് പ്രസിഡന്റ് ആകുന്നത് 2ാമതാണ്, ഞാൻ എല്ലാവരുന്ന സമയത്താണ്. അതിനു മുമ്പ് മുതൽ വളരെ സൗഹാർദ്ദപരമായിട്ട് എന്നോട് പെരുമാറുകയും ഇവിടെ ഏത് പ്രശ്നങ്ങളും വാർഡിലെ നിന്നല്ല പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മളോട് സഹകരിച്ച് പോന്നിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി മെമ്പർ ഇതിനു മുമ്പത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇതുപോലെ മികച്ച ആങ്കറാണ്, നല്ലൊരു സംഘാടകയാണ് എല്ലാ രീതിയിലും. അതുപോലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പുള്ളി വിശാലമായ ഒരു ശരീരത്തിൻ്റെയും വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അദ്ദേഹം എന്നോട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഈ ഭരണസമിതിയിലെ എൻ്റെ 2 വിദ്യാർത്ഥികൾ ഇവിടെ മെമ്പർമാരായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഭാര്യ ഇവിടെ മെമ്പറാണ്. അങ്ങനെ അതുപോലുള്ള ബന്ധങ്ങളുമുണ്ട്. പിന്നെ സുനിൽ മെമ്പർ ഷാജി, മിക്കവാറും ഇപ്പം നമ്മുടെ AS പറഞ്ഞ പോലെ ഷീല മെമ്പർ ഇവിടെ വരാതായപ്പോൾ ഞാൻ ചോദിക്കുന്നത് തന്നെ, എന്ത് വെള്ളരിക്കുമ്പോൾ ഷാജിക്ക് പഠിക്കുകയാണ്. ഉച്ച കർത്തവ്യം ഭംഗിയോടുകൂടി നിറവേറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇനി ഇലക്ഷന് മത്സരിക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. പരസ്പരം മത്സരിക്കുന്നതിൽ ഒരാൾക്ക് വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രമോദ്. ഞങ്ങൾ പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു പിന്തുണ തരുന്ന രീതിയിലാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി. അതിനകത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു നിർവഹണ ഉദ്യോഗസ്ഥന് ഒരിക്കലും ഒരു സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടില്ല. പഞ്ചായത്ത് മാറിക്കൊണ്ടിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. ഇപ്പം നിലവിലുള്ള പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ എനിക്ക് കൊച്ചുനാൾ മുതൽ വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. കൂടാതെ മെമ്പർമാരും ഒക്കെ തന്നെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, ഒരുപക്ഷെ മെമ്പർമാരായിട്ടൊക്കെ. അല്ലാത്തവരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാ ആക്ടിവിറ്റീസിലും ഒരു ഫോൺ കോളിൽ തന്നെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യക്തിപരമായ ബന്ധവും, പിന്നെ പ്രത്യേകിച്ച് ഭരണ സംവിധാനം നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമ്മുടെ ആ കാലഘട്ടം പൂർത്തീകരിച്ച ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾ, ഞാൻ ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് സമയമാവുന്നുള്ളൂ, ഒരു 1.5 മാസമേ ആവുന്നുള്ളൂ ഈ ഭരണസമിതിയായിട്ട് ചേർന്ന്. ഇവിടുത്തെ ഗീത പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ കർഷകർ ഡയറക്റ്റാണ് ഓരോ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരുന്നത്. ഒരു മെമ്പർമാരുടെ ഇൻവോൾവ്മെന്റ് ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭരണസമിതിയോട്. അതായത് ഓരോ മെമ്പർമാരും ഇനിഷ്യേറ്റീവ് എടുത്ത് അവര് പ്രോജക്റ്റ് നമുക്കും അത് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ അപ്പൊ സഹായിക്കും. അപ്പൊ അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഭരണസമിതി ഇവിടുത്തെ പഞ്ചായത്തിലെ ഓരോ സ്റ്റാഫിനോടാണെങ്കിലും നമ്മൾ എന്ത് കാര്യം വിളിച്ച് ചോദിച്ചാലും അവരപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ തീരുമാനങ്ങളാണെങ്കിലും ഫാസ്റ്റായിട്ട്, ഇതുവരെ വർക്ക് ചെയ്ത ഏത് പഞ്ചായത്ത് വെച്ച് നോക്കുമ്പോഴും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് വേണ്ട തീരുമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഭരണസമിതിയോട് എൻ്റെ ആകമന്യ നന്ദി അറിയിക്കുകയാണ്, വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്നതിന്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി വരുന്ന ഭരണസമിതിയും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊണ്ടുപോയി ഓരോ വീട്ടിലും, അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സർവേ എടുക്കാനായിട്ട് അത് എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. മറ്റു പഞ്ചായത്തിൽ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. അതിനൊക്കെ എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി ഈ സഹകരിച്ചതിനൊക്കെ നന്ദി. ഇനി നിങ്ങളുടെ ഈ വർഷത്തെ ഭരണസമിതിക്ക് ആശംസകൾ നേരുന്നു. അടുത്ത മത്സരത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി നയന. ഇനി നിർവഹണ ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവരും ആയല്ലോ. വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന
സ്ഥാപനങ്ങളിലൊന്നും ഞാൻ ഈ NHMൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അല്ലാത്തത് കൊണ്ടാണ് ആദ്യം എൻ്റെ പേര് വിളിക്കാൻ. ഞാൻ ബഹുമാനമുള്ള ആയുർവേദ ഡോക്ടറാണ്, ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ സ്ഥാപനത്തിൻ്റെ. അപ്പം ഞങ്ങൾ പരിമിതമായ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ആ സമയത്ത് മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്ന പഞ്ചായത്തുകൾ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇൻഫാനമുള്ള പ്രസിഡന്റിനോടും അതുപോലെ തന്നെ ഭരണസമിതിയോടും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ ഹോമിയോ സ്ഥാപനങ്ങളിൽ HMC രൂപീകരിക്കണമെന്നൊരു ഓർഡർ വന്നു. അപ്പം മുൻപിരുന്ന ഡോക്ടർ എൻ്റെ റിക്വസ്റ്റുകളെല്ലാം കൊടുത്തു. ബഹുമാനമുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ HMC രൂപീകരിച്ച് തന്നു. അതിലുള്ള അംഗങ്ങളെ സെലക്ട് ചെയ്ത് തന്നു. അത് സ്ഥാപനം വളർത്തിക്കൊണ്ട് വരണമെന്നുള്ള ഭരണസമിതിയുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി വരുന്ന ഭരണസമിതിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇവരെല്ലാവരും ഇനിയും ഈ സമൂഹത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇവരിനി വീണ്ടും ഇലക്ഷന് നിൽക്കുന്ന മെമ്പർമാരും അതുപോലെ തന്നെ പ്രസിഡന്റുമാരും ഒക്കെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ ഭരണസമിതിയിലെ പ്രിയപ്പെട്ട മെമ്പർമാരുടെയും മറ്റു ജനപ്രതിനിധികളൊക്കെ ആദരിക്കുന്ന ചടങ്ങാണ്. അതാണ് ഇനി ആദ്യം. അപ്പോൾ സമയം ഒത്തിരി വൈകിയത് കൊണ്ട് മറ്റ് പരിപാടികളൊന്നുമില്ല. നമുക്ക് നേരിട്ട് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജ്ഭവൻ അവர்களെയാണ്. നിലവിൽ കോവിലൂർ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹം 2000 മുതൽ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്നു. സർല വിൽസന്റെ നമ്മുടെ നിലവിൽ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ മാനൂർ വാർഡിൻ്റെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. 2005 മുതൽ ജനപ്രതിനിധിയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ 2020 മുതൽ പഞ്ചായത്ത് മെമ്പറായിട്ട്, ഇപ്പോൾ 2023 മുതൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റിനെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സുധീർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ശ്രീമതി ജയന്തി അവർകളെയാണ്. പന്നിമല വാർഡിലാണ് നിലവിലെ പ്രതിനിധീകരിക്കുന്നത്. 2010-15 കാലയളവിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നു. ഇപ്പോൾ 2020 മുതൽ നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുടെ സ്ഥാനം തുടർന്ന് വഹിക്കുന്നു. ശ്രീമതി ജയന്തി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ജയന്തിയെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ സീനിയർ ക്ലാർക്കായ ശ്രീ പ്രതീഷ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ശ്രീ അശോക് കുമാർ സി അവർകളാണ്. അദ്ദേഹം നിലവിലെ ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതാണ്. നിലവിൽ കൃഷ്ണപുരം വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. 2005-2010 കാലയളവിൽ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു.
2010-2015 കാലഘട്ടത്തിൽ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ 2020 മുതൽ ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ശ്രീ വിനി ജോസഫ് അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തായിട്ട് ആദരിക്കുന്നത് നമ്മുടെ 1-ാം വാർഡിലെ മെമ്പറാണ്. 1-ാം വാർഡിലെ മെമ്പർ ഇവിടുത്തെ ഒരു യങ് ലെജൻഡാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ്. മെമ്പർ ഇപ്പോൾ നിലവിലെ മീതി വാർഡിനെ ചുമതല വഹിക്കുന്നു. 2020 മുതലാണ് ജനപ്രതിനിധിയായിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ജയിച്ച ആളാണ്. ശ്രീമതി വിജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ എക്സ്റ്റൻഷൻ ഓഫീസറായ ശ്രീമതി ഷീനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി ഫിലോമിന അമ്പലം വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. ആദ്യമായിട്ട് മത്സരിച്ച് മെമ്പറായ ആളാണ്. 2020 മുതൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അലങ്കരിക്കുന്നു. ശ്രീമതി ഫിലോമിനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ എക്സ്റ്റൻഷൻ ഓഫീസറായ ശ്രീമതി നയനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതാണ് ആനപ്പാറ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ സിബിൻ മെമ്പറാണ്. 2020 മുതൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അലങ്കരിക്കുന്നു. സിബിൻ മെമ്പറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സിബിൻ മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളാട് ഗ്രാമപഞ്ചായത്തിലെ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ശ്രീ സച്ചിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത ശ്രീ ഷാജി മെമ്പറാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കൂതാളി വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. ആദ്യമായിട്ട് ജനപ്രതിനിധിയായി 2020 മുതൽ പഞ്ചായത്ത് മെമ്പറായിട്ട് തുടരുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളാട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ശ്രീ പ്രമോദ് അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാക്കോത്തിക്ക് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീമതി ലീല മെമ്പർ 2020 മുതൽ മെമ്പർ സ്ഥാനം വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലീല മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ ICS സൂപ്പർവൈസർ ശ്രീമതി ബിന്ദു അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആറാട്ടുവഴി വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീമതി മേരിക്കുട്ടി എം ഹരിതകർമ്മ സേനയിലെ ഒരു മെമ്പറായിരുന്നു.
കഴിഞ്ഞ 5 വർഷം ആറാട്ടുവഴി വാർഡിനെ പ്രതിനിധീകരിച്ചു. 2020 മുതൽ മെമ്പറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ നിബിൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എത്തിയിട്ടില്ല. അടുത്തതായിട്ട് കിളിയൂർ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീ സുനീഷ് മെമ്പറാണ്. മെമ്പർ ആദ്യമായിട്ടാണ് മെമ്പറായത്. 2020 മുതൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അലങ്കരിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ കമൻറ്റുകളിൽ നിന്ന് ഒരു മെമ്പർ ആയതിനു ശേഷം ഒരു ജീവിതം കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ MGNREGSലെ വിനീഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൊന്നമ്പി വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീമതി ഷീജ വിൽസന്റെ 2015 മുതൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വഹിക്കുന്നു. നിലവിൽ 2020 മുതൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. ശ്രീമതി ഷീജ വിൽസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ഷീജ വിൽസനെ ആദരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വെറ്ററിനറി സർജൻ ശ്രീ ലജനിയ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ദീപ്തി AC മണത്തോട്ടം വാർഡ് മെമ്പറാണ്. 2020 മുതൽ പഞ്ചായത്ത് മെമ്പറാണ്. 2020 മുതൽ 2023 വരെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. നിലവിൽ പഞ്ചായത്ത് മെമ്പറായി തുടരുന്നു. ശ്രീമതി ദീപ്തി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ദീപ്തിയെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ ഷെറിൻ രാജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ഷ്യാം മെമ്പർ പനച്ചുമൂട് വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. 2020 മുതൽ പഞ്ചായത്ത് മെമ്പറാണ്. ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിച്ച് ജയിച്ച ആളാണ്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനോട് സമീപത്തുള്ള വാർഡിൻ്റെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. മെമ്പറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ എഞ്ചിനീയറിംഗ് വിങ്ങിലെ ശ്രീ ജോജി ജോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ോട് വാർഡ് മെമ്പർ ശ്രീമതി ഷീല OT 2020 മുതൽ മെമ്പറായി തുടരുന്നു. ശ്രീമതി ഷീല OTയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹോമിയോ ഡോക്ടർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ശാന്തകുമാരി നിലവിൽ പഞ്ചാവഴി വാർഡിലെ പ്രതിനിധീകരിക്കുന്നു. 2020 മുതൽ പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനം അലങ്കരിക്കുന്നു. ശ്രീമതി ശാന്തകുമാരി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ശാന്തകുമാരി ആദരിക്കുന്നതിനായി എഞ്ചിനീയറിംഗ് വിങ്ങിലെ ശ്രീമതി സജനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മുൻ മെമ്പറായിരുന്ന ശ്രീമതി ദീപ RS
കരിക്കാമൻകോട് വാർഡിനെ 2024 വരെ പ്രതിനിധീകരിച്ചിരുന്നു. സർക്കാർ ജോലി കിട്ടിയതിനാൽ മെമ്പർ സ്ഥാനം ഉപേക്ഷിച്ചു. ശ്രീമതി ദീപ എസ് ആറിനെ ആദരിക്കുന്നതായി ക്ഷണിക്കുന്നു. ശ്രീമതി ദീപ എസ് ആറിനെ ആദരിക്കുന്നതിനായി നമ്മുടെ വെള്ളാട് ഗ്രാമപഞ്ചായത്തിലെ ഓഫീസ് അറ്റൻഡന്റ് ശ്രീമതി അമ്പിളിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി അഖില മെമ്പർ നിലവിൽ കരിക്കാമൻകോട് വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. ദീപ മെമ്പർ ജോലി കിട്ടിപ്പോയതിനു ശേഷം ആ വാർഡിന്റെ പ്രതിനിധിയായിട്ട് തുടരുന്നു. ശ്രീമതി അഖില ആറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി അഖില മെമ്പറെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ അരവിന്ദ് MS-നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെമ്പർ നിലവിൽ മുണ്ടനാട് വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. 2010 മുതൽ 2015 വരെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. 2020 മുതൽ നിലവിൽ മെമ്പറായി തുടരുന്നു. ശ്രീമതി സ്നേഹല മെമ്പറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹല മെമ്പറെ മുതൽ മെമ്പർ സ്ഥാനം വഹിക്കുന്നു. ശ്രീമതി ജലറോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവരെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി സജികുമാരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ജ്ഞാനദാസ് മെമ്പർ നിലവിൽ പാട്ടന്തലക്കൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. പലതവണ ഡാൽമോ വാർഡിലെ പ്രതിനിധിയായിരുന്നു. 2005 മുതൽ പഞ്ചായത്ത് മെമ്പറാണ്. ഒരു 30 വർഷത്തിലധികമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു. 2015-20 കാലഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 2020 നിലവിൽ പഞ്ചായത്ത് മെമ്പറായി തുടരുന്നു. ശ്രീ ജ്ഞാനദാസ് അവറുകളെ ക്ഷണിക്കുന്നു. ജ്ഞാനദാസ് അവറുകളെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ഉദയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ കൂതാളി ഷാജി ഒരുപാട് വർഷങ്ങളായിട്ട് ജനപ്രതിനിധിയും പൊതുരംഗത്ത് തുടരുന്ന ആളാണ്. കള്ളിമൂട് വാർഡിനാണ് നിലവിൽ പ്രതിനിധീകരിക്കുന്നത്. 2010 മുതൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. 2010-15 കാലഘട്ടങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. 2020 മുതൽ പഞ്ചായത്ത് മെമ്പറായി വീണ്ടും തുടരുന്നു. ശ്രീ കൂതാളി ഷാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി ആര്യ അജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരിക്കൽ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രവർത്തനവും മനോഭാവവും കാട്ടി ഒരുമിച്ച് നീങ്ങിയ എല്ലാ ജനപ്രതിനിധികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറുപടി പ്രസംഗത്തിനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ. ഏറെ ബഹുമാന്യനായ യാത്രയയപ്പ് യോഗത്തിലെ അധ്യക്ഷൻ, വെള്ളാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി,
സുജിത്ത് അവറുകൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർള വിൻസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KG മംഗൾദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി S ജയൻ. ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സംസാരിച്ചവരാരും ഒരുപക്ഷെ ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടില്ല. കാരണം അവരെല്ലാം വളരെ അടുത്ത കാലത്താണ് ഈ പഞ്ചായത്തിൽ വന്നത്. ഇവിടെ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് LSCDI മാത്രമാണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് തന്നെ എനിക്കൊരു സ്വീകരണം നൽകിയത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും ഒരു ഭരണസമിതിക്ക് പരിപൂർണമായി വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും മറ്റത് പ്ലാൻ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനും. ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി വരുമ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്ലാൻ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന സുജിത്താണ് ആ സെക്ഷൻ കൈകാര്യം ചെയ്തത്. ഒരു ഭരണസമിതി മാറി വരുമ്പോൾ ആദ്യം ആ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളിനെ മാറ്റി പുതിയ ഒരാളിനെ ആ സീറ്റിലോട്ട് ഇരുത്തിയാണ് ഭരണസമിതി കൊണ്ടുപോകുന്നത്. എന്നാൽ ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റാതെ അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഭരണസമിതി തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മാറി പുതിയ ഒരാൾ വന്നു. ഒരാളിനെ തീരുമാനിക്കണം. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പോകുമ്പോൾ അവിടെ വലിയൊരു ഗുണ്ടയെ പോലെ ഇരിക്കുന്ന പ്രജീഷ്, അവിടെ പോയാൽ അദ്ദേഹം ആരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ പേടി തോന്നും. അതുകൊണ്ട് ആരും അദ്ദേഹത്തിന് പോകാറുമില്ല. ജില്ലാ പഞ്ചായത്തിനെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വെള്ളറ ഗ്രാമപഞ്ചായത്തിൽ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം തന്നെ പ്ലാൻ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ കൊടുക്കാം എന്ന് ഞാൻ കരുതി. ഞാൻ വിളിച്ചു, സംസാരിച്ചു. പ്ലാൻ സെക്ഷൻ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. കുഴപ്പമില്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. നാളിതുവരെ ഒരുപക്ഷെ പ്ലാൻ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനും പ്രസിഡന്റും തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാനും അദ്ദേഹവുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാളിനെ ഏൽപ്പിക്കുന്ന ദൗത്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിശ്വസിച്ചാണ് ഒരു പ്ലാൻ സെക്ഷനിൽ ഒരാളിനെ ഏൽപ്പിക്കുന്നത്. അവിടെ എന്ത് വന്നാലും പ്രസിഡന്റുമായി അറിയാതെ ഒരു ഇഞ്ച് പോലും മാറി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നാളിതുവരെ ഈ വൈകിയ വേളയിലും ആ ഒരു പ്രവർത്തന ശൈലി, ആ ഇടപെടൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ച് കൂടെ നിന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിച്ചത്. 3 സെക്രട്ടറിമാരാണ് ഈ കാലയളവിൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യം അനിൽകുമാർ സാറ് കോവിഡ് കാലത്ത്, അത് കഴിഞ്ഞ് നമ്മളെ ഹേമലത മേഡം വന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ സുധി സാർ വന്നു. എൻ്റെ 4 പ്രാവശ്യം ഞാൻ മെമ്പറായപ്പോഴും ഇതുപോലൊരു യാത്രയയപ്പ് യോഗം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ ഒരു യാത്രയയപ്പ് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ ഒരുപാട് യാത്രയയപ്പുകൾ നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായിരിക്കും ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് യാത്രയയപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരും പറയാറുണ്ട് ഇതുപോലൊരു യാത്രയയപ്പ് വേറെ പഞ്ചായത്തിൽ ലഭ്യമായിട്ടില്ല എന്നൊക്കെ. നമുക്കൊരു യാത്രയയപ്പ് ഉണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു യാത്രയയപ്പ് വെച്ചപ്പോൾ തന്നെ വളരെയേറെ വലിയ ഒരു യാത്രയയപ്പ് യോഗമാണ് തീർച്ചയായിട്ടും ഇവിടെ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പിണങ്ങിയിട്ടുണ്ട്. പിണങ്ങേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ പിണങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒരു ജീവനക്കാരനെയും നാളിതുവരെ ദ്രോഹിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരാളിനെയും അനാവശ്യമായി ഈ പഞ്ചായത്ത് നിന്ന് മാറ്റിവിടണമെന്ന് ചിന്തിച്ചിട്ടില്ല. ട്രാൻസ്ഫർ ആക്കി പോകണമെന്നൊരു കമ്മിറ്റി തീരുമാനം എടുക്കാൻ പല അവസരങ്ങളിലും ബന്ധപ്പെട്ട സെക്രട്ടറിമാർ വരെ പറഞ്ഞ സമയങ്ങളുണ്ട്. ഞാൻ ആരെയും മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടില്ല. പിന്നെ പഞ്ചായത്തുമായിട്ട് നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ 1-2 ആളുകളെ നമ്മൾ മാറ്റേണ്ട ഒരു സാഹചര്യമാണ്. അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എനിക്കറിയാം ഒരു ജനപ്രതിനിധി എപ്പോഴും ഫോർമർ പഞ്ചായത്ത് മെമ്പർ ആകും എന്നെനിക്കറിയാം. ഞാൻ മെമ്പർ ആകാതിരിക്കുമ്പോഴും ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരുമായി നമുക്ക് കാണേണ്ടതായിട്ട് വരും, സംസാരിക്കേണ്ടതായിട്ട് വരും എന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഒരു ഉദ്യോഗസ്ഥനോട്
മോശമായിട്ടുള്ള ഒരു പെരുമാറ്റവും നടത്താനായിട്ട് ഞാൻ കഴിയുന്നതും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ LSCDIയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് ഈ പഞ്ചായത്തിന് അഭിമാനമായ നേട്ടമാണ് LSCDI ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും മാർച്ച് മാസം 31 ആകുമ്പോഴാണ് LSCD വർക്കുകൾ പൂർത്തീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നവരാണ്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഡിസംബർ 31 കഴിയുമ്പോൾ LSCD വർക്ക് ഏകദേശം പൂർത്തിയാകുന്ന ഒരു പഞ്ചായത്ത് അത് വെള്ളറ പഞ്ചായത്തായിരിക്കും. കാരണം സ്പിൽ ഓവർ ഒരു വർക്ക് പോലും സ്പിൽ ഓവർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ വളരെ ഭംഗിയായി LSCDI ഒരുപക്ഷെ ഈ പഞ്ചായത്തിൽ തന്നെ ഇരുന്ന് തന്നെ ഒരു LSCDI എങ്ങനെ ആയിരിക്കണമെന്ന് ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിച്ച് ആ ഒരു പേര് കൂടെ ഈ നമ്മൾ അവസാന നാളുകളിൽ നേടി തന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും LSCDI ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്തിനു വേണ്ടി ഒരു ഉദ്യോഗസ്ഥരോട് പിണങ്ങുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വാർഡിലെ ഒരു സാധാരണക്കാരൻ്റെ പ്രവർത്തകന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാരായിട്ട് പിണങ്ങാറുള്ളത്. BPL റേഷൻ കാർഡ് അതുമായി ബന്ധപ്പെട്ട് പലരും വരും, എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറയും. ചിലർ നിന്ന് അനുകൂലമായും പ്രതികൂലമായും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വികസനം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. സെക്രട്ടറി വന്നതിന് ശേഷവും ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചു. സാറേ, വൈകിയ വേളയിലാണ് സെക്രട്ടറി ആയിട്ട് വന്നത്. ഇന്നലെ വരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ രീതികൾ ഇന്ന രീതിയിലായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാറിൻ്റെ സഹായം നിർബന്ധമായിട്ട് വേണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. കൃഷിഭവനിൽ പുതിയ ഓഫീസർ വന്നു. നമുക്ക് നേരിട്ട് ശരിക്കും കഴിഞ്ഞ കൃഷി ഓഫീസറെ പോലെ തന്നെ സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും ആ മേഖലയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഓഫീസറാണ് തീർച്ചയായിട്ടും നമ്മുടെ കൃഷി ഓഫീസിൽ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പരാതി ലഭ്യമാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആയുർവേദ ആശുപത്രിയിൽ 3 ഡോക്ടർമാരുണ്ടായിരുന്നു. ഇപ്പോൾ 3ാമത്തെ ഡോക്ടറാണ് പ്രമോദ് ഇവിടെ വന്നത്. പുള്ളി ആനപ്പാറയിലാണ് ജനിച്ചത്, വളർന്നത്. വെള്ള പഞ്ചായത്ത് ആദ്യത്തെ MBBS ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കൊച്ചിച്ചനാണ്, അതായത് അയ്യപ്പൻ ഡോക്ടറാണ് വെള്ള പഞ്ചായത്ത് ആദ്യത്തെ ഡോക്ടർ. ആ കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് പ്രമോദ് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു കാര്യവും നമ്മൾ പറയേണ്ടതായിട്ടില്ല. ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഹോമിയോ ആശുപത്രിയും അങ്ങനെ തന്നെ. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണസമിതി മുന്നോട്ട് പോയത് എല്ലാവരും ഒരു കൂട്ടുത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. അതിനെ സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചതിന് ഒരിക്കലും കൂടെ ജീവനക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവർ ഈ പടിയിറങ്ങുന്നത് കഴിഞ്ഞ ഈ 5 വർഷക്കാലം ഇവിടെ പുതുതായി വന്ന പുതുമുഖങ്ങളായ ജനപ്രതിനിധികളുണ്ട്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 4ഉം 5ഉം വർഷമൊക്കെ ജനപ്രതിനിധികളായ വ്യക്തികളുണ്ട്. എന്നാലും ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ കൂടുതലും പുതുമുഖങ്ങളാണ്. അപ്പോൾ നല്ലൊരു സ്നേഹബന്ധമുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ചാരിതാർത്ഥ്യം പകരുന്നതിനുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സഹകരണം എനിക്ക് തോന്നുന്നു, എനിക്ക് ആരോടുമായി പിണങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ ഷൗട്ട് ചെയ്ത് അധികാരം ആരും സ്ഥാപിക്കുന്ന രീതിയിലൊക്കെ ഒന്നും സംസാരിക്കുന്നതിനുള്ള ഇട അങ്ങോട്ടും വെച്ചിട്ടില്ല, ഇങ്ങോട്ടും വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും നാളും വളരെ മനോഹരമായി ഒരു സൗഹൃദം കാത്തു പരിപാലിക്കുന്നതിനും നല്ലൊരു ബന്ധത്തോടുകൂടെ ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ വീട്ടിലെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു വിരഹവേദന, പിരിഞ്ഞു പോകുന്നു എന്നുള്ളൊരു വിരഹവേദനയോട് കൂടെയാണ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്നു. എങ്കിലും അതിശക്തമായി തന്നെ എല്ലാവരും വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിയായി വരുന്നത് 2010 മുതൽ 15 വരെ C. അശോകുമാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതിനുശേഷം അടുത്ത വരുന്ന ഇലക്ഷനിൽ
മത്സരിച്ചു. ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാനിടയായി. അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ജനപ്രതിനിധിയായി കടന്നു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ AIS ഇവിടെ ഇല്ലേ? AIS പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി സുഗന്ധിയുടെ അവരുടെ ബോഡി വരെ എനിക്ക് അവിടെ പോയി ഹാൻഡ് ഓവർ ചെയ്യാനും ആ ശവസംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കുവാനും ഞാൻ ഇന്നും ഓർക്കുന്നു. അവരുടെ ശവസംസ്കാര ചടങ്ങിൽ വെറും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ആൾക്കാരുൾപ്പെടെ ജനങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സെക്രട്ടറിയോട് അല്പം പരുഷമായി ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കേണ്ടി വരും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ 1-2 ദിവസങ്ങളെ കഴിയുമ്പോൾ അതങ്ങ് മാറി മറിയും. ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളുമാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും. ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജയസാഹിബ് എന്ന ശ്രീമാൻ രഘു അദ്ദേഹം ഞാനിവിടെ അദ്ദേഹം പലരും എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു. അദ്ദേഹം വേറൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിനോട് ഞാൻ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം വളരെ സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സെക്രട്ടറി വളരെയേറെ കാര്യങ്ങൾ പഠിച്ച് തന്മയത്വത്തോടെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പടി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. എന്നിൽ അർപ്പിച്ച വിശ്വാസം, എനിക്ക് ജനങ്ങൾ തന്ന അധികാരം, അത് ഒരു 80% പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരു വിഭാഗീയതയുമില്ലാതെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ലാതെ ജാതി മതഭേദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഒരു ദുഃഖമില്ലാതെ ഒരു ദുഃഖഭാരവുമില്ലാതെ ഒരു നിറഞ്ഞ മനസ്സോടെ കൂടെയാണ് ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ പ്ലാൻകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം കണ്ടാൽ ഒരു വലിയ മനുഷ്യനാണെങ്കിൽ തന്നെയും വളരെ ചെറിയ വിശാലമായ ഒരു മനസ്സ് ചെറുതാണ് ഒരു ഉടമയാണ്. പ്രിയപ്പെട്ട ജ്ഞാനദാസ് മെമ്പർ, അത് ഞാൻ ഫ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ സീനിയറായി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റ് ഏറ്റവും 5 വർഷവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാം ഒരു കൂട്ടുകുടുംബത്തിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്. ഞാൻ പലപ്പോഴും ഒരു പഞ്ചായത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിലവിളക്കും എങ്ങനെയാണോ ശോഭിക്കുന്നത് അത് തന്നെയാണ് ഒരു ഗ്രാമപഞ്ചായത്തും. ഒരു പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് നിലവിളക്കാണ്, അതിലെ എണ്ണയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ. ആ ഒരു എണ്ണ തെളിച്ചമായി നിന്നു കഴിഞ്ഞാൽ ആ തിരികളാകുന്ന ജനങ്ങൾക്ക് അത് കത്തിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളാണ് തീനാളങ്ങൾ. അപ്പോൾ അത് തീനാളം നന്നായിട്ട് ശോഭിക്കണമെങ്കിൽ അതിലെ എണ്ണ കറയുറ്റതായിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും തന്നെയായിരുന്നു. എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എന്നെ ആദരിച്ചത് പ്രതീഷ് സാറാണ്. പണ്ട് സാർ ഇവിടെ വരുന്നതിന് മുമ്പ് ജില്ലാ പഞ്ചായത്തിൽ പോകുമ്പോൾ സാറിനെ ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മനുഷ്യന് ചിരിക്കാൻ അറിയില്ലേ എന്ന്. സത്യമാണ്. പക്ഷേ സാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൾ പാവമാണ്, നല്ലൊരു മനുഷ്യനാണ്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അത് ഒന്നും നോക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു നല്ലൊരു മനസ്സ് സാറിനുണ്ട്. പിന്നെ 2 പ്രാവശ്യം ജനപ്രതിനിധി ആയപ്പോഴും എനിക്കുണ്ടായ ഒരു ചെറിയ വേദന. ആദ്യം ജനപ്രതിനിധിയായി 6 മാസമായപ്പം പപ്പ മരിച്ചു. അത് ഭയങ്കര ഷോക്കായി, അതങ്ങ് പോയി. 2ാമത് ജനപ്രതിനിധിയായി 6 മാസമായപ്പോൾ അമ്മ മരിച്ചു. അത് എന്നെ നന്നായിട്ട് പിടിച്ചുലച്ചു. കാരണം എൻ്റെ നല്ല സുഹൃത്തും ഒക്കെയായിരുന്നു അമ്മ. അപ്പം പപ്പ ഞാൻ ആദ്യമായിട്ട് ജനപ്രതിനിധിയായപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, മക്കളെ നീ പോകുന്നതും ഏറ്റെടുക്കുന്നതും വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് എന്ത് വലിയ പ്രശ്നങ്ങളും
വലുതായിട്ട് നിന്റെ മനസ്സിലുണ്ടെങ്കിലും നിന്റെ മുന്നിൽ വരുന്നത് അത് ആരും ആയിക്കൊള്ളട്ടെ, അവർ പറയുന്നത് നല്ല മനസ്സോടെ കേൾക്കുക, ചിരിച്ചുകൊണ്ട് കേൾക്കുക. ചിലപ്പോഴും അവർ പറയുന്ന പ്രശ്നം മക്കൾ അവരോട് സംസാരിക്കുന്ന ഇടപെടലിൽ അതവിടെ തീർന്നു കിട്ടും. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതൊരു ഗുണദോഷമായിട്ടാണ് എൻ്റെ പപ്പ ആദ്യമായിട്ട് എന്നെ ഈ പഞ്ചായത്തിലേക്ക് വിടുന്നത്. അത് മാക്സിമം ഞാൻ പറയുന്നത് അത് തന്നെ ഇപ്പോഴും ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം നിന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഇനി വരുന്ന ഭരണസമിതിയും അതാരായാലും അവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുക, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നന്ദി. സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സഹമെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റ് ബഹുമാനീയരെല്ലാവർക്കും നമസ്കാരം. ആദ്യം എൻ്റെ ഒരു പ്രതിഷേധം, ഈ ഫംഗ്ഷനിൽ കുടുംബശ്രീക്കാരെ വിളിച്ചില്ല. ചെയർപേഴ്സണായപ്പോൾ വിളിച്ചില്ല. ചെയർപേഴ്സണെ അക്കൗണ്ടിനെ വിളിക്കണമായിരുന്നു. അതുപോലെ ഹരിതകർമ്മ സേനയുടെ സെക്രട്ടറിയും പ്രസിഡന്റിനെ വിളിക്കണമായിരുന്നു. ആരാണോ വിളിച്ചത് അതിലൊരു തെറ്റുണ്ട്. എന്തായാലും നമ്മൾ അവസാനമല്ലേ, ആ മീറ്റിങ്ങിന് അവരെ കൂടി വിളിക്കണമായിരുന്നു. നമ്മൾ ഈ ഓഫീസിനകത്ത് സ്ഥിരം വരുന്നു പോകുന്നവരാണ്. എൻ്റെ ഒരു പ്രതിഷേധം തന്നെയാണ്. പിന്നെ 4ാമത്തെ തവണയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ജനപ്രതിയാവുന്നത്. സാധാരണ ജോലിയുള്ളവർ മെമ്പറായിരിക്കുന്നവർ ജോലി കിട്ടിയാൽ രാജിവെച്ച് പോകും. പക്ഷെ ഞാൻ ചെയ്തത് വേറെ തെറ്റാണ്. ഞാൻ ഡാലിമം പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു. 2000 എനിക്കെതിരെ അന്ന് മത്സരിച്ച ആളിനെതിരെ മത്സരിക്കാൻ ഒരാളില്ലെന്ന് പറഞ്ഞ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിലെ ജോലി രാജിവെച്ചിട്ടാണ് മത്സരിച്ചത്. പിന്നീട് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ 20 വർഷത്തെ ജനപ്രതിയായാലും പൊതുരംഗത്തായാലും എനിക്ക് ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മളെ കൂട്ടത്തുണ്ടായിരുന്ന 2000 തൊട്ടുണ്ടായിരുന്ന കുറേ മെമ്പർമാർ മരണപ്പെട്ടിട്ടുണ്ട്. അവരെയും ഞാൻ ഓർക്കുകയാണ്, സഹപ്രവർത്തകരായിരുന്നു. അന്ന് ഒരിക്കൽ ഞാൻ ഭരണകക്ഷിയുടെ മെമ്പറായിട്ടാണ് ആദ്യം വരുന്നത് 2000. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രതിപക്ഷത്ത് സുഗന്ധി പ്രസിഡൻ്റായിരുന്നു, അപ്പോൾ പ്രതിപക്ഷത്ത്. അത് കഴിഞ്ഞിട്ട് 5 വർഷം മാറി നിന്നു. അതിനുശേഷം ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ പ്രതിപക്ഷ മെമ്പറാണ്. 4 ടേൺ 20 വർഷം. അപ്പോൾ എന്തായാലും അതൊക്കെ ഇതങ്ങ് പെട്ടെന്ന് പോയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ക്ഷേമവും വികസനവും, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വാർഡിൻ്റെ വികസനവും വാർഡിലുള്ള ആളുകളുടെ ക്ഷേമവും, മൊത്തത്തിൽ പഞ്ചായത്തിൻ്റെ ക്ഷേമവും വികസനവും കൂടി ലക്ഷ്യമാക്കി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നോടൊപ്പം സഹകരിച്ച ഒരുപാട് എല്ലാ ജീവനക്കാരുണ്ട്, സഹമെമ്പർമാരുണ്ട്. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, അതിലുപരി ഈ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച പ്രത്യേകിച്ച് സെക്രട്ടറി, പുതിയ ആളാണ്, 2-3 മാസമേ ഉള്ളൂ. ഒന്ന് സാർ ഒരു നല്ല നിഷ്പക്ഷമതിയായ സാറെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും രാഷ്ട്രീയം കാണും, യൂണിയനുണ്ട്, എങ്കിലും സാറ് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് വളരെ എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും സംസാരിക്കുന്ന ഒരു സാറാണ്. പ്രശ്നമില്ലാതെ പോകാൻ വേണ്ടി ഭരണസമിതി, നമ്മൾ ജനപ്രതികൾ ഈ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്നവരാണ്, സ്വതന്ത്രരാരുമില്ല. എല്ലാവരോടും ഒരുപോലെ പെരുമാറി ഇടപഴകിയ സെക്രട്ടറി സാറിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. മറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും സഹമെമ്പർമാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ സംഘാടകനും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുമായ ബഹുമാന്യായ സെക്രട്ടറി, നമ്മുടെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, ഏറ്റവും പ്രിയമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ജീവനക്കാർ, സ്നേഹിതരെ, സ്വാഭാവികമായ ഒരു പടിയിറക്കം ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ സെൻഡ് ഓഫ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലെ ആളുകളുമായിട്ടുള്ള ബന്ധം തീർച്ചയായും അവരെ ഹൃദയസ്പർശിയായി തോന്നുന്നുവെങ്കിൽ ആ പടിയിറക്കം തീർച്ചയായും എല്ലാവർക്കും അതൊരു ഹൃദയവേദനയായി മാറും എന്നുള്ള കാര്യം തർക്കമില്ല. സ്വാഭാവികമായി പുരുഷന്മാർക്ക് കരയാറില്ല എന്നുള്ളത് കൊണ്ടും സ്ത്രീകൾക്ക് കരയാൻ കൂടുതൽ അറിയാമെന്ന് എന്നുള്ളത് കൊണ്ടും പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ള വേദി അല്ലാത്തത് കൊണ്ടും പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ. അപ്പോൾ ഏതായാലും കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിലെ കള്ളിമോട് വാർഡിനെ പ്രതിനിധീകരിച്ച് ഒരു ജനസേവകനായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന് എൻ്റെ കഴിവായിട്ടല്ല, എൻ്റെ വാർഡിലെ ജനങ്ങളുടെ സഹകരണവും സ്നേഹവും, അതിലുപരി ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ മാറി മാറി കടന്നു വന്നിട്ടുള്ള ജീവനക്കാരുടെ നമ്മുടെ ബന്ധങ്ങൾ, സ്വാഭാവികമായും ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും ജീവനക്കാരുമായി തർക്കിക്കാനും ബഹളം വയ്ക്കാനും ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ തന്നെയും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്
രാഷ്ട്രീയമുണ്ട്, അത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നാണ് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായും പലരും പലരെയും ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു ജീവനക്കാരനായാലും ശരി അല്ലെങ്കിൽ ജനപ്രതിനിധി ആയാലും ശരി, ആ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറിച്ച് ആണെങ്കിൽ അതിന് പരിധിയുണ്ട്. ഏതായാലും ജനപ്രതി 2005 മുതൽ 15 വരെയും 20 മുതൽ 25 വരെയും ഒരു ജനപ്രതിയായി ഈ പഞ്ചായത്തിൽ ആകാൻ കഴിഞ്ഞ് തന്നെ ഞാൻ എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കൃത്യമായും ഞങ്ങളൊന്ന് ആഗ്രഹിച്ച് അത് ആകുമെന്ന് ആയി കരുതിയ ആളല്ല, പക്ഷേ യാദൃച്ഛികമായി ആ സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് കാത്തു സൂക്ഷിക്കുവാൻ ഒരു പൊതുപ്രവർത്തകനായി കഴിയാനൊക്കെ സാഹചര്യങ്ങൾ വഴിത്തിരിവായി മാറി എന്നുള്ളതാണ്. എന്നോടൊപ്പം സഹകരിച്ച മുഴുവൻ ജനപ്രതിനിധികൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള പ്രിയമുള്ള നമ്മുടെ ജ്ഞാനസഭ അടക്കമുള്ള നമ്മുടെ പുതുതായിട്ട് വളരെ സ്നേഹസമ്പന്നനായ യുവ കവി കൂടിയായ സെക്രട്ടറി അടക്കമുള്ള, തുടക്കത്തിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ അനിൽകുമാർ സാറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പോലൊരു മറ്റൊരു ഹൃദയവിശാലമായിട്ടുള്ളൊരു ഇടപെടലായിട്ടുള്ള ഒരു സെക്രട്ടറി ആയിരുന്നു. അതുപോലുള്ള ആ ഓഫീസർമാർ ഈ പഞ്ചായത്തിൽ വരേണ്ടത് ഇവിടെ ജനങ്ങളുടെ ആവശ്യമാണ്. പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുവാനുള്ള മനസ്സും ചെയ്തു കൊടുക്കാനുള്ള താല്പര്യവും ഉള്ള ആളുകൾ വരണമെന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുടെയും ആവശ്യങ്ങൾ, ജനങ്ങളുടെയും ആവശ്യം അതാണ്. അത് ഇനിയും പല നമ്മുടെ പ്ലാൻ കറക്കിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ പോലെയുള്ള ആളുകൾ ഇനിയും ഈ പഞ്ചായത്ത് വരട്ടെ. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ ഏതൊരു തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ സെൻഡ് ഓഫ് നൽകുന്നതിന് വേണ്ടി പരിശ്രമിച്ച സെക്രട്ടറിയും ജീവനക്കാരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാവിധമായ ഭാവുകളും നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഒരു ജനപ്രതിനിധിയാകുക എന്നുള്ളത്. ഒരിക്കലും ഈ 5 വർഷം ഓർമ്മകൾ, അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരു പദവിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഈ ആഗ്രഹിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഒരു സന്തോഷം. ആഗ്രഹിച്ചതൊക്കെ ചെറിയ പ്രായത്തിൽ കുറേ അധികം ആഗ്രഹിച്ചതൊക്കെ നേടാൻ ദൈവം എനിക്ക് വലിയ അവസരം തന്നു. അതിലേറ്റവും വലിയൊരു ഭാഗ്യമാണ് പഞ്ചായത്ത് മെമ്പറായിരിക്കുക. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ ആ സമയത്ത് അങ്ങനെ മുന്നേ വിചാരിച്ചത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് മെമ്പർ ആയാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഭയങ്കര ഐഡിയകളായിരുന്നു. പക്ഷേ പഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു സർക്കിളാണ്, ഒരു റൗണ്ടാണ്, അതിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് ഫൈറ്റാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. എന്നാലും കഴിയുന്ന തരത്തിൽ വാർഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് പറ്റുന്ന തരത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലൂടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്. ഇനി ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറാകുമോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ പോലെ ബിസിനസ്സൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനിന് അതിലോട്ട് മാറിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ല. അതൊക്കെ ദൈവ നിയോഗമാണ്, വരുന്ന സാഹചര്യങ്ങൾ. പക്ഷേ ഈ 5 വർഷം നമ്മുടെ ഇവിടെ തന്ന, പിന്നെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും ആരുമായിട്ടും ഇന്ന് വരെ ഒന്ന് വളരെ മോശമായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായില്ല. ഒരു പ്രാവശ്യമോ മറ്റോ ഏതോ ഒരു കാര്യത്തിൽ ആരുമായിട്ടോ ജസ്റ്റ് അത് ചെറുതായിട്ടെന്തോ സംസാരിച്ച് പോയി, അത്രയും. വേറെ ആരുമായിട്ട് ഇന്ന് വരെയും മോശമായി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഈ തൊഴിലുറപ്പ് വിങ്ങിലൊക്കെ ഞാൻ പോയി സാധാരണ നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രീദേവി ചേച്ചിയൊക്കെ ഞാൻ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴും ഒരു സഹോദരനെ പോലെ എന്നെ കണ്ട് വളരെ സ്നേഹത്തോടെയാണ് അവിടെ തൊഴിലുറപ്പിലുള്ള ഓരോ വ്യക്തികളും, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാഫുകൾ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടെ മാത്രമേ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. അതിൽ 1-2 കാര്യങ്ങൾ എടുത്തു പറയാൻ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ എതിർഭാഗത്ത് എന്നോടൊപ്പം ശക്തമായി നിന്നത് നമ്മുടെ DFIയുടെ നേതാവായ ശ്യാമാണ്.
അപ്പോൾ ശ്യാം ഞാൻ എപ്പോഴും കരുതും ശ്യാമിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ ഒരു തീവ്രവാദി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിനകത്ത്. അപ്പോൾ ഒരു ഭയങ്കര, പക്ഷേ ആ ഒരു ജനപ്രതിനിധിയായി ഞാനും അവനും ഒരുമിച്ച് പഞ്ചായത്തിൽ വന്നതിന് ശേഷം മനസ്സിലായി ശ്യാം ഒരു എന്താ പറയുക പാവപ്പെട്ട ഒരു പയ്യനാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അത് പറയാതിരിക്കാൻ എനിക്ക് വഴിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണ, രാഷ്ട്രീയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളതൊക്കെ ഈ പഞ്ചായത്ത് മെമ്പറായി ഇപ്പോൾ മാറി. ഒരുപാട് പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ബഡ്ജറ്റ്, അതൊക്കെ ഒരു രസമാണ്. ബഡ്ജറ്റിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കമൻസും അതുപോലെ എല്ലാം ഒരു വളരെ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കലും മറക്കില്ല. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ഇവിടെ തന്ന ഒരു സ്നേഹോപകാരം അതിൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. വളരെ നല്ല ഒരു സമ്മാനമായി ഞാൻ അതിനെ കാണുന്നു. അവിടെ ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി, ഇതിൻ്റെ ചുക്കാൻ പിടിച്ച സെക്രട്ടറിയാണ്. കുറച്ച് ദിവസം ആയുള്ളെങ്കിലും ഇവിടെ ഞാൻ വന്ന ശേഷം 3ാമത്തെ സെക്രട്ടറിയാണ്. പക്ഷേ വന്നതിൽ വ്യത്യസ്തമായ സെക്രട്ടറി, എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ നിറഞ്ഞ് സെക്രട്ടറി എന്നുള്ള ഹെഡ് വെയിറ്റ് ഇല്ലാതെ ഓടി നടന്നു ഓരോ സാധാരണക്കാരുടെ ഒപ്പം ഇരിക്കും. സെക്രട്ടറി ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരും സിമ്പിളായിട്ട് നിൽക്കുമ്പോൾ വിചാരിക്കും സാറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇപ്പം നടക്കും. പക്ഷേ ചിരിച്ചുകൊണ്ട് ഓക്കെ കറക്റ്റ് നിയമമായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നൊരു സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ പ്രതീക്ഷ അണ്ണനൊക്കെ ആയിട്ട് എല്ലാവരും വളരെ. പിന്നെ ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുന്നു. പക്ഷേ എനിക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും എത്ര തന്നെ കടപ്പാട് പറഞ്ഞാലും തീരാത്തൊരു മനുഷ്യനാണ് എൻ്റെ പ്രസിഡൻറ്റ്. അത് പറയാതെ പോകുന്നത് ഒരിക്കലും അതൊരു എന്തു പറയാം, ഒരിക്കലും ശരിയല്ല എന്നുള്ളതുകൊണ്ട്. കാരണം ആരുമല്ലാതിരുന്ന ഞാൻ, വെറും ഒരു സിവിനായിരുന്ന ഞാൻ ഒരു മുട്ടച്ചൽ സിവിനാക്കി മാറ്റിയത്, എന്നെ ആദ്യമായി മുട്ടച്ചൽ സിവിൻ എന്ന് വിളിക്കുന്നത് പ്രസിഡൻ്റാണ്. ഒരു പേര് തന്നോടൊപ്പം തന്നെ എന്നെ കൈപിടിച്ച് ഒരു മകനെ പോലെ കൈപിടിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ തോറ്റുപോകാൻ വീണുപോകാമുണ്ടായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു പിതാവ് തൻ്റെ മകനെ ചേർത്ത് നിർത്തുന്നത് പോലെ ചേർത്ത് നിർത്തി എന്നെ ഇത്രത്തോളം. ഒരുപക്ഷെ രാജ്മോഹൻ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ മുട്ടച്ചൽ സിവിൻ എന്നുള്ളൊരു വ്യക്തി ഉറപ്പായിട്ടും കാണില്ലായിരുന്നു. ആ ഒരു നന്ദി, ആ ഒരു കടപ്പാട് ഒരിക്കലും മാറില്ല. കാരണം ഇപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറായി 5 വർഷവും നമ്മുടെ വീട്ടിൽ നമ്മുടെ പിതാവിനെ പേടിക്കുന്നത് പോലെയാണ്. കാരണം നമ്മുടെ വീട്ടിലൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ സ്വാഭാവികമായിട്ടും മക്കളെ പിതാവ് വഴക്ക് പറയും. അപ്പോൾ സ്നേഹമുള്ള മക്കൾക്ക് പിതാവിനോട് എപ്പോഴും ഒരു പേടിയും സ്നേഹമൊക്കെ. അതേപോലെയാണ് എനിക്ക് എന്നും എന്നെ രാവിലെ വിളിച്ച് ഈ കമ്മിറ്റിയുള്ള ദിവസം വിളിക്കും, 11 മണിക്ക് അത് വിളിക്കും, കമ്മിറ്റി കൊണ്ട് ഓർമ്മയുണ്ടാടേ എന്ന് ചോദിക്കും. എന്നെ എൻ്റെ ഒരു എന്തു പറയാം, വളരെ നല്ല രീതിയിൽ എന്താണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ നല്ല നിർദ്ദേശം നൽകി എന്നെ ചേർത്ത് നിർത്തിയ, എന്നെ ഇതുവരെ എത്തിച്ച, നിങ്ങളോട് ഇങ്ങനെ പറയാവുന്നൊരു അവസരം തന്ന ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റ് എൻ്റെ അടുത്ത് ഏറ്റവും കൃത്യമായ നന്ദി ഈ സമയം ഞാൻ പറയുന്നു. അതോടൊപ്പം ഇതോടെ എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അത് സാഹചര്യം കൊണ്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും തുടർന്നുള്ള കാലങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പോകാം. ഇനി മത്സരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. രീതിയിലുള്ള ഒരു വലിയ സ്വീകരണം തന്നതിലുള്ള നന്ദിയെ ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, നമ്മൾ ആദ്യം ജനപ്രതിനിധിയായി വന്നതിന് ശേഷം പ്രസിഡന്റ് പല പ്രാവശ്യവും വഴക്ക് പറയുമായിരുന്നു. 2 വർഷമായിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ മെമ്പർമാർ ഒന്നും പഠിക്കില്ല. ഇത് പ്രസിഡന്റിൻ്റെ സ്ഥിര വാക്കാണ്. പക്ഷേ എല്ലാ ഉദ്യോഗസ്ഥരടുത്തും ചെന്ന് ചോദിച്ച് കാര്യങ്ങൾ പഠിക്കാൻ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഒരു പഞ്ചായത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുമ്പോൾ പ്ലാൻ ക്ലർക്കാണ്. അദ്ദേഹം വളരെ വളരെ സൗമ്യമായിട്ട് കാര്യങ്ങളെല്ലാം ലെവലായിട്ട് പറഞ്ഞു തരും കാര്യങ്ങൾ. അതുപോലെ തന്നെ പെൻഷൻ വിഭാഗത്തിൽ നമുക്കിപ്പം പെൻഷൻ്റെ ഒരു കാര്യം, അതുപോലെ ഈ കാർഡ്, നമുക്ക് BPL സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആൾക്കാരെ പറഞ്ഞു വിടാതെ ഉദ്യോഗസ്ഥരെടുത്തു സാറേ അത് പറഞ്ഞു എഴുതി വിട്ടല്ലോ, അപ്രൂവൽ ചെയ്തല്ലോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ സാറ് ജയസ് വളരെ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും വളരെ നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളും അവരോടൊപ്പം അവരും ഞങ്ങളോടൊപ്പം. അതേപോലെ സാറ് എല്ലാവരെയും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരും വളരെ അതേപോലെ തന്നെയാണ് നമ്മളെ മെമ്പർമാർ. ഈ ഒരു വേദിയിൽ, ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ശരിക്കും ഈ ഒരു മൊമെൻറ്റോ വാങ്ങാൻ പോലും ശരിക്കും ഞാൻ യോഗ്യനല്ല എന്നുള്ളൊരു ചിന്താഗതി എനിക്കും ഉണ്ട്. എന്താണെന്നറിയാമോ? കാരണം ഞാനൊരു 2 വർഷം, ഏകദേശം 2-2.5 വർഷം പഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ നമ്മൾ ഏകദേശമുള്ള എല്ലാവരും ഈ ഇടയ്ക്ക് ഇവിടെ വന്ന ആളുകളാണ്. പക്ഷേ അതിനു മുമ്പേ ഒരു 2.5 വർഷത്തിന് മുന്നേ ഉള്ള കാലഘട്ടം നോക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ പഞ്ചായത്തിൽ പ്രവർത്തിച്ച ഒരാൾ തന്നെയായിരുന്നു ഞാൻ.
ഒരിക്കലും ഞാൻ ജനപ്രതിനിധി ആകണമെന്ന് വിചാരിച്ചിട്ടല്ല പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയത്. നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു ആളുകളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം, അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ എൻ്റെ കൂടെ നിന്ന കുറച്ച് ആളുകളുടെ വളരെ താല്പര്യത്തോടെയുള്ള ആവശ്യം പരിഗണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഒരു മെമ്പറായിട്ട് മാറിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ മേഖലയിലോട്ട് വന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. കഴിഞ്ഞ കോവിഡ് സമയത്ത് പഞ്ചായത്തിൻ്റെ തന്നെ ക്ലോറിനേഷൻ സെക്ഷനിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്ത ഒരാളാണ്. ഏകദേശമുള്ള വാർഡുകളിലൊക്കെ ഞാൻ ആ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു ടീമായിട്ട് ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കേരളോത്സവം നടന്ന സമയത്തും അതിൻ്റെ പ്രധാനമായിട്ട് അതിനെ ലീഡ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് സംസ്ഥാന തലത്തിൽ ഒരു വനിതാ ടീമിനെ, വടംവലിയിലെ വനിതാ ടീമിനെ കൊണ്ട് പങ്കെടുപ്പിച്ച് അതിൽ 4ാം സ്ഥാനത്തിൽ എത്തിക്കാൻ പറ്റിയൊരു അതിന് നേതൃത്വം കൊടുത്ത ഒരാളായിട്ട് എനിക്ക് അന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ വാർഡിലെ ആളുകൾ മാത്രമല്ല, അപ്പുറത്ത് മറ്റു വാർഡുകളിലുള്ള ആളുകൾ പോലും അസൂയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ അതെന്തുകൊണ്ട് എനിക്ക് തുടർന്ന് വരാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ ഏറ്റവും താഴെക്കടയിലുള്ള ഒരു കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ആകപ്പാടെയുള്ള ഒരു വരുമാന സ്രോതസ്സ് ഞാൻ മാത്രമാണ്. 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമായിട്ട് താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വരുമാനം ഞാൻ മാത്രമാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കറിയാം നമ്മളൊരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം എന്തായിരിക്കും. സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം സ്ത്രീകൾ ഈ ഒരു മേഖലയിൽ വരുമ്പോൾ വീട്ടിൽ ഉറപ്പായിട്ട് ഒരു വരുമാനം ഉണ്ടാകും. കാരണം ഭർത്താവിൻ്റെ ഒരു വരുമാനം ഉണ്ടാകും. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ പുരുഷന്മാർ, മറ്റൊരു വരുമാനമില്ലാത്ത പുരുഷന്മാർ പഞ്ചായത്തിലെ ഒരു മെമ്പറായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു ചിലവിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഒരു അവതാളത്തിലാകും. ആ ഒരു സാഹചര്യമൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് എൻ്റെ അവസ്ഥ കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുട്ടച്ചൽ സിവിൻ എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് പഞ്ചായത്തിലും വാർഡിലും ഒക്കെ നടന്ന് കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തും ഒരു ചായ കുടിക്കുന്ന സമയത്ത് പോലും എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാവാറില്ല. പക്ഷേ ആ സമയത്താണ് ശരിക്കും എൻ്റെ ജീവിതത്തിനെ ഞാൻ തിരിച്ചറിഞ്ഞത്. കാര്യം ഒരു 5 വർഷം ഞാൻ ഈ ഒരു മേഖലയിൽ ഒരു സൗഹൃദമാണ്. കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. ഞങ്ങൾ ഇതുവരെയും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. 5 വർഷവും ഇതുവരെ ഞങ്ങൾ പരസ്പരം രാഷ്ട്രീയം സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഭയങ്കര സൗഹൃദമാണ്. നമ്മൾ ഏത് രാജ്യത്തായിരുന്നാലും ഞങ്ങൾ പരസ്പരം അറിയും. അപ്പം ഞങ്ങൾക്ക് പരസ്പരം കിട്ടിയ വലിയൊരു നിധിയായിരുന്നു ഈ ഭരണസമിതി. ഏറ്റവും സ്നേഹമുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് മെമ്പറായത്. അപ്പോൾ ആദ്യഘട്ടം ജയന്തി മെമ്പർ പറഞ്ഞതുപോലെ ഞാൻ മെമ്പറാവണതിനും കുറച്ച് ദിവസം മുന്നേ എൻ്റെ അമ്മായി മരിച്ചു. 2ാം പ്രാവശ്യം ഞാൻ ജനപ്രതിനിധിയായി ഒരു മാസമായില്ല. അതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡും പോയി. അപ്പോൾ അപ്പോഴെന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായി ഇനി ഫ്രണ്ടിലോട്ട് വരുന്നത് എന്നുള്ള ഒരു മനസ്സ്, ഒരു 4-5 മാസം ഞാൻ പുറത്തൊന്നും ഇറങ്ങാതെ അങ്ങ് വീട്ടിനകത്ത് തന്നെ. അവസാനമായിട്ടായിരിക്കും ഞാൻ പങ്കെടുക്കുന്നത്. കാരണം ഇനി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം എനിക്ക് കിട്ടില്ല എന്നെനിക്ക് 100% അറിയാം. ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും, സെക്രട്ടറി സാറിനും ഒക്കെ വളരെ നന്ദി. പ്രദീപ് സാറാണ് എന്നെ വിളിച്ചത്. എനിക്ക് ലീവ് ഇന്നാണ് പ്രോഗ്രാം എങ്കിൽ കൂടി 2 ദിവസത്തെ ലീവ് എടുത്തേ എനിക്ക് വരാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ഇന്ന് ലീവ് എടുത്ത് ഇവിടെ വന്നു. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വിളിച്ചപ്പോഴും അവസാനമായിട്ടൊന്ന് എത്തണം, ഇവിടെ ഇരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വരാൻ പറ്റി. എല്ലാവർക്കും നന്ദി. പിന്നെ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ മഴവെള്ളം ഉണ്ടാകുന്നത്, വെള്ളം മുകളിലോട്ട് പോകുന്നു, മേഘമായിട്ട് മാറുന്നു, മണ്ണിൽ അലിഞ്ഞു ചേരുന്നു, വീണ്ടും അത് മഴയായിട്ട് പോകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധികളും ഈ മഴത്തുള്ളികൾക്ക് സമമാവട്ടെ. മണ്ണിൽ അലിഞ്ഞു ചേർന്ന് വീണ്ടും ഇലക്ഷനിലൂടെ പുനർജനിച്ച് നീരാവിയായി മുകളിലെത്തി വീണ്ടും നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും തന്നെ നമ്മുടെ പ്രസിഡന്റ് ഇരിക്കുന്ന ഈ കസേരയിൽ എത്തട്ടെ. അതിനുള്ള
എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആരെയും എടുത്തു പറയുന്നതിൽ എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും, പ്രസിഡന്റ് ആകട്ടെ, ജ്ഞാനാസ് മെമ്പർ ആകട്ടെ, എല്ലാവരും വളരെ ജനങ്ങളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ആൾക്കാരാണ്. 4 വർഷത്തെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറ്റിയ പണിയൊന്നുമല്ല ഇത്. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. പക്ഷേ 100% ആത്മാർത്ഥതയോടെ അതിനകത്ത് നിൽക്കാൻ സാധിച്ചു. ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനു വേണ്ടി മാത്രം മുന്നിട്ടിറങ്ങിയ ഈ മെമ്പർമാർക്ക് വലിയൊരു ഹാൻഡ്സ് ഓഫ്. ശരിക്കും അവർ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവിധ ആശംസകളും വീണ്ടും പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും ഒക്കെ ഉണ്ടാവട്ടെ. പിന്നെ ഈ ഒരു കൂട്ടുകെട്ട് അതൊരിക്കലും മാറില്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും രാഷ്ട്രീയപരമായ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ല, തികച്ചും വ്യക്തിപരം മാത്രം. പ്രിയപ്പെട്ട നളിന മെമ്പറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് അനുമോദനം നൽകുന്നതിനായി നമ്മുടെ ജൂനിയർ സൂപ്രണ്ട് രഘു സാറിനെ. ത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമായി. അതിലേക്ക് വേണ്ടി നമ്മുടെ അടുത്ത് പോവുകയാണ്. നമുക്ക് പലർക്കും അടുത്ത പ്രാവശ്യം ഇവിടെ വെച്ച് കാണാം എന്നാണ് തോന്നുന്നത്. പിന്നെ അതൊക്കെ ഇനി അല്ലേ ഭാവിയിൽ തീരുമാനിക്കാം. എന്തായാലും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഇവിടെ വന്നതും പല വ്യത്യസ്ത പാർട്ടിയിലും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ കൂട്ടായി ഒരു വർക്കായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരുന്നു. അത് പല ഉദ്യോഗസ്ഥരും പെൻഷനാകുമ്പോഴാണ് പറയണത്. മറ്റ് പഞ്ചായത്ത് പോലെയല്ല വെള്ളട പഞ്ചായത്ത്. ഇവിടെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടിയും സംസാരിച്ചും പോകുന്നവരാണ് എന്നുള്ള ഒരു സംസാരം നേരത്തെ ഇവിടുന്ന് മാറിപ്പോരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം സെക്രട്ടറിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ കയ്യിലല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഇതായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടുമെന്നും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ വാർഡിനെ ഈ 5 വർഷവും ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ തന്നെ 5 വർഷം എനിക്ക് തേക്കാൻ സാധിച്ചു. പിന്നെ ഇത് കഴിഞ്ഞു പോയ ഉദ്യോഗസ്ഥരായാലും ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാലതാമസം കൂടാതെ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അവർ ചെയ്തു തന്നിട്ടുണ്ട്. ആരോടും മുഷിയേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നി, ഇതിൽ ആർക്കോ അല്പം വെറുപ്പുണ്ടെന്ന്, എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്ന ഉപഹാരത്തിലെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോ ഒരു കരട് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിച്ചതെന്ന്. അടുത്ത് പിന്നെ ഉണ്ട് നമ്മുടെ ഏറ്റവും മെയിൻ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു, സിന്ധു. മൊത്തത്തിൽ പറയുമ്പോൾ ഞാൻ അവളെ ദോഷപ്പെടുത്തിയിട്ടില്ല. ഞാൻ തിരിച്ചിതുവരെയും അവളടുത്ത് വഴക്കായിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ അവൾ കൊണ്ട് എനിക്കൊരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് നിസ്സാര കാര്യത്തിന് ഞാൻ പെട്ടെന്ന് കരയുമായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ജംഗ്ഷനിലിട്ട് ചീത്തവിളി കേട്ടപ്പോൾ ഒരു തൊലിക്കെട്ടി വന്നു. അതൊരു നേട്ടമാണ്. ആ ഒരു തൊലിക്കെട്ടി എനിക്കുണ്ടായി അതിൽ നിന്ന്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നന്ദിയുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു അനുഭവം ഉള്ളതുകൊണ്ട് ആ ഒരു സ്വഭാവം കൂടെ കിട്ടി. എന്നാലും അല്ല, ഞാൻ അവളെ മോശം പറയില്ല. ഓരോരുത്തരും ഓരോ രീതിയല്ലേ, എല്ലാവരും ഒന്നുപോലെ ആയിരിക്കില്ലല്ലോ. അവളെ സ്വഭാവം കാണിച്ചു. പിന്നെ ഇന്ന് വരെയും ആരും മുഷിച്ച് സംസാരിച്ചിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥരായാലും പിന്നെ കുറേ വ്യക്തിബന്ധങ്ങൾ കിട്ടി നമുക്ക്. കൂടെയുള്ള മെമ്പർമാർ 1 2 അല്ല, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അത് പറയുമ്പോൾ അല്പം വിഷമം തോന്നും. ഞാൻ പെട്ടെന്ന് ആരെടുത്തും അങ്ങ് അടുക്കണതല്ല. കൂട്ടുകാർ ഫ്രണ്ട്സൊന്നും ഇല്ല എനിക്ക്. അങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ അങ്ങനെ ഒരു സ്വഭാവം. ഇപ്പം ഒത്തിരി അടുപ്പം കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ജീവിതം ഏത് മേഖലയിലായാലും ഞാൻ ഇടയ്ക്ക് പഞ്ചായത്തിൽ വരുമ്പോൾ ഇതേ സ്നേഹവും സഹകരണവും എല്ലാ ഉദ്യോഗസ്ഥരും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. എല്ലാവരുടെ അടുത്തും നന്ദി. വാർഡിനാണ് കാർന്നു തിന്നത്. അതൊക്കെ തീർത്തു വന്നപ്പോൾ കൂനിന് മേലെ കൂനെന്ന് പറഞ്ഞതുപോലെ പ്ലാന്റിൻ്റെ ആ കൂനിന് മേലെ കുരു എന്ന് പറഞ്ഞു ആ പ്ലാന്റിൻ്റെ വിഷയം വന്നു. ഒരു 3 വർഷവും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി തീർന്നു.
പലതവണ ഞാൻ രാജിവെക്കണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അതെൻ്റെ ജീവിതത്തെ ഫിലോമിന മെമ്പർ പറഞ്ഞതുപോലെ അതെൻ്റെ ജീവിതത്തിൽ കൂടുതൽ ധൈര്യം പകർന്നു. പല മേഖലകളിലും പല ഉദ്യോഗസ്ഥരുമായി പോയി സംസാരിക്കാനും അതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ടി വന്നു. അത് ജനങ്ങളോടൊപ്പം നിന്ന് എനിക്ക് ജനങ്ങൾ തന്ന ആ വോട്ട് വിശ്വാസത്തോടെ ജനങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ എനിക്ക് ജനങ്ങളോട് നിൽക്കേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷമുള്ളൂ. കാരണം എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ജോലി ഞാൻ ആത്മാർത്ഥമായി കൂടുതൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും പരിഭവവും പരാതികളും ഉണ്ട്. എല്ലാം ഒരു ജനപ്രതിനിധിക്ക് ചെയ്തു പോകാൻ സാധിക്കില്ല. എന്നാലും എന്നിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തു എന്നുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിനുണ്ട്. അപ്പോൾ കൂടെ സഹകരിച്ച എല്ലാ മെമ്പർമാർക്കും അതിനുപരിയായി എന്നെ പല മേഖലകളിലും പല അവസരങ്ങളിലും എന്നെ സഹായിച്ചത് പല ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അതെൻ്റെ വലിയൊരു നേട്ടമായിരുന്നു. പല മേഖലകളിലും എന്നെ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ നല്ല സഹായം എനിക്കുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഇവിടുന്ന് പോയ ഉദ്യോഗസ്ഥരായാലും ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരായാലും എല്ലാവർക്കും ഞാൻ അകമ്പഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞാനാണെങ്കിൽ ഒരുപാട് ഈ ജനപ്രതിനിധിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് നേരത്തെ ഒരു 10-15 വർഷം മുമ്പ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു ചെറിയ പ്രായത്തിൽ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. വളരെ കുറച്ച് വോട്ടിനന്ന് തോറ്റുപോയി. അപ്പോൾ അതോടുകൂടി ഇനി രാഷ്ട്രീയമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പഴയ നേരത്തെ പ്രസിഡൻ്റായിരുന്ന അശോകൻ മെമ്പർ എന്നെ വിളിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ കൊണ്ടുവരുന്നതും പിന്നെ 10 വർഷം അടുത്ത് മത്സരിക്കണമെന്നുള്ള വലിയ താല്പര്യത്തോടു കൂടി ആശാവർക്കറും കൂടെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വാർഡിനകത്ത് സ്വാധീനം ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പ്രവർത്തിച്ച് 10 വർഷം പ്രവർത്തിച്ച് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് വരുന്ന സമയത്താണ് 2020 ഏപ്രിൽ മാസത്തിൽ എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കിനി മത്സരിക്കാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ 15 ദിവസം കൂടുമ്പോഴായിരുന്നു കീമോ. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി വേണ്ട, മത്സരിക്കേണ്ട. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കീമോ ചെയ്യുമ്പോൾ അറിയാമല്ലോ, തലമുടിയൊക്കെ പോവും, നമ്മുടെ ഇതൊക്കെ രൂപം മാറ്റമൊക്കെ വരും. വേണ്ടാന്ന് വിചാരിക്കുന്ന സമയത്ത് പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർക്ക് എത്രയോ പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് എത്രയോ പേർക്ക് ക്യാൻസർ, അവരാരും ജീവിതത്തിൽ ഒന്നും ആവാതെ തിരിച്ചു പോയിട്ടില്ലല്ലോ. അപ്പോൾ നിനക്ക് നിൽക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് പ്രോത്സാഹനം തന്ന് കൂടെ നിർത്തി. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും വീട്ടിൽ ഇരുന്ന് തന്നെ ആൾക്കാരുടെ രേഖകൾ ഒക്കെ വാങ്ങിച്ച് വോട്ടർ പട്ടികയിൽ